ഇടുക്കിയിൽ മൂന്നാറിന് പുറമെ അടിമാലി ടൗണിലും തെരുവുനായകളുടെ ശല്യം രൂക്ഷമാവുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടമായി ഇറങ്ങുന്ന തെരുവുനായ്ക്കൾ ടൗണിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നായ്ക്കളെ പേടിച്ച് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് അടിമാലി ടൗണിലെ സാഹചര്യങ്ങൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ അടിമാലി ടൗണിലേക്ക് എത്തുന്ന തെരുവ് നായ്ക്കൾ. വാഹനങ്ങൾക്ക് കുറുകെ ചാടിയും കാൽനടയാത്രക്കാരെ ഓടിച്ചും ഇവർ ടൗണിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. രാത്രികാലങ്ങളിലാണ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നത്. അടിമാലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സെൻട്രൽ ജംഗ്ഷനിൽ നായ്ക്കൾ കൂട്ടത്തോടെ എത്തും. താലൂക്ക് ആശുപത്രി പരിസരത്തും ബസ് സ്റ്റോപ്പിലുമൊക്കെയായി എത്തുന്നവർ ഭീതിയോടെയാണ് ഇവിടെ തുടരുന്നത്. കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നായ്ക്കളെ പിടികൂടാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അടിമാലി ടൗണിലും പേവിഷബാധയ്ക്കുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് നായ്ക്കളുടെ തെരുവുനായ്ക്കളുടെ ശല്യം വളരെയധികം കൂടിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്താകെ വളരെ വലിയ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം പട്ടികടിക്കുകയും അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും പേയിളകുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ ജാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും ഉൾപ്പെടെ നിരവധി ആളുകളെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. സമാനമായ സാഹചര്യം അടിമാലിയിലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് പ്രദേശവാസികൾ നൽകുന്നത്. ജനം, ഇടുക്കി.